നമസ്കാരം. ലോക്കൽ പോളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ VSന് പ്രാമാണികതയുണ്ടാകുമെന്ന് MA ബേബി. VSന്റേതായ പ്രാധാന്യവും പ്രാമാണികതയും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗുമായി നീക്കുപോക്ക് ഉണ്ടാക്കില്ല. വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്ന പാർട്ടിയുമായി സഹകരിക്കില്ല. ഒഞ്ചിയത്തിന് പിന്നാലെ ഏറാമലയിലും RMPക്ക് UDF പിന്തുണ. 4 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ശ്രമം CPIMനെ സഹായിക്കാനെന്ന് RMP. മലപ്പുറം UDFിലെ തർക്കങ്ങൾക്കിടയിൽ ഉമ്മൻചാണ്ടി പാണക്കാട് ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. തർക്കം മുന്നണിയെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്ന് മുഖ്യമന്ത്രി. തർക്കമുള്ള പഞ്ചായത്ത് ഒഴിവാക്കി ഉമ്മൻചാണ്ടിയുടെ പര്യടനം. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ BJP കളത്തിന് പുറത്താകുമെന്ന് AK ആന്റണി. തിരുവനന്തപുരത്ത് ആന്റണിയുടെ റോഡ് ഷോ. സ്പർദ്ധ വളർത്തിയെന്ന പരാതിയിൽ SNDP യൂണിയന് കമ്മീഷന്റെ നോട്ടീസ്. മൂന്നാറിൽ ചരിത്ര വിജയം നേടുമെന്ന് പൊമ്പിളയൊരുമൈ. കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന വാർത്ത തെറ്റ്. തിരുവനന്തപുരം മംഗലാപുരത്ത് കരുത്ത് തെളിയിക്കാൻ ക്ലേ വിരുദ്ധ സമരസമിതിയും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ VSന് പ്രാധാന്യവും പ്രാമാണികതയും ഉണ്ടാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. VS ചുറുചുറുക്കോടെയും ആരോഗ്യത്തോടു കൂടിയുമാണ് ഇരിക്കുന്നത്. VSും പിണറായിയും തമ്മിൽ യാതൊരു ഭിന്നിപ്പും ഉണ്ടായിരുന്നില്ലെന്നും ബേബി വ്യക്തമാക്കി. വെള്ളാപ്പള്ളി രൂപീകരിക്കുന്ന പാർട്ടിയുമായി സഹകരിക്കില്ലെന്നും മുസ്ലിം ലീഗുമായി യാതൊരു രാഷ്ട്രീയ നീക്കുപോക്കും ഉണ്ടാക്കില്ലെന്നും MA ബേബി റിപ്പോർട്ടറോട് പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പ്രചരണത്തിന്റെ തുരുപ്പുചിട്ടി VS ആയിരിക്കുമോ എന്നായിരുന്നു ചോദ്യം. ബേബിയുടെ മറുപടി ഇങ്ങനെ: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അദ്ദേഹം ഇപ്പോഴും നല്ല ചുറുചുറുക്കോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി സഹ കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഹ പിണറായി വിജയൻ, ഇവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ചേർന്നായിരിക്കും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ നയിക്കുക. VSന്റേതായ പ്രാധാന്യവും പ്രാമാണികതയും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. SNDP RSS ബന്ധത്തെ എതിർക്കാൻ VSും പിണറായിയും ഒന്നിച്ചതോടെ പാർട്ടിയിൽ ഐക്യമുണ്ടായിട്ടില്ലേ? ഈ നേതാക്കന്മാരൊന്നും തമ്മിൽ ഒരു ഭിന്നിപ്പും ഉണ്ടായിരുന്നില്ല. പാർട്ടിയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സഖാക്കൾ പല നിലപാടുകൾ എടുത്തിട്ടുണ്ടാകും. EMSും AKGയും അടങ്ങുന്ന 2 ചേരി എന്ന് പണ്ട് പറഞ്ഞിരുന്നു. പിന്നീട് നയനാരും VSും അടങ്ങുന്ന ചേരി എന്ന് പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലെല്ലാം ഇവരെല്ലാം യോജിച്ച് തന്നെയാണ് പാർട്ടിയും ജനങ്ങളെയും നയിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിനോട് CPIMന് മൃദു സമീപനമുണ്ടോ? കേരളത്തെ കട്ടുമുടിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടക പാർട്ടിയാണ്, നെടുന്തൂണാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗും KM മാണിയുടെ കേരള കോൺഗ്രസും. അവയൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു രാഷ്ട്രീയ നീക്കുപോക്കുകളെക്കുറിച്ചോ മറ്റെന്തെങ്കിലും ബന്ധത്തെക്കുറിച്ചോ CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SNDP രൂപീകരിക്കുന്ന പാർട്ടി LDFുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന വെള്ളാപ്പള്ളിയുടെ വാക്കുകളോടുള്ള പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാമുദായിക വർഗീയ ശക്തികളുമായി ഒരു സാഹചര്യത്തിലും സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. SNDP രൂപീകരിക്കുന്ന പാർട്ടിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്നും കേരളത്തിലെ അന്വേഷണ സംവിധാനത്തെ ഭയക്കുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നതെന്നും MA ബേബി ആരോപിച്ചു. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഒഞ്ചിയം പഞ്ചായത്തിൽ RMPക്ക് UDF നൽകിയ പരസ്യ പിന്തുണ ഏറാമലയിലും ആവർത്തിക്കുന്നു. പഞ്ചായത്തിൽ RMPയുമായി നിലവിൽ സഖ്യമില്ലെന്ന് പറയുമ്പോഴും 4 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ RMPക്ക് പിന്തുണയുമായി ഏറാമല പഞ്ചായത്തിലെ UDF നേതൃത്വം രംഗത്തെത്തി. ഒഞ്ചിയത്ത് നൽകിയ പരസ്യ പിന്തുണയ്ക്ക് പിന്നാലെയാണ് ഏറാമല പഞ്ചായത്തിലും UDF RMP സഖ്യം പ്രകടമാകുന്നത്. നിലവിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും RMP മത്സരിക്കുന്നുണ്ട്. എന്നാൽ RMP സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയുള്ള 4 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്താൻ നേതൃത്വം തയ്യാറായില്ല. ഇത് RMPയോടുള്ള UDF അടുപ്പം പ്രകടമാക്കുന്നു. ഇക്കാര്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ പ്രഭാകരൻ തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നു. ഇവിടെ UDF RMPയുടെ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ അവർ വിജയിച്ചു വരട്ടെ, CPM എന്ന പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ നിന്നും കുഴിച്ചു മൂടുക എന്നതാണ് UDFിൻ്റെ ലക്ഷ്യം. എന്നാൽ കോൺഗ്രസ് നൽകിയ സഹകരണത്തോട് KK രമയുടെ പ്രതികരണം ഇതായിരുന്നു: UDF സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് അവരുടെ പരിപാടിയാണ്. അത് ചിലപ്പോൾ നിർത്താതിരിക്കുന്നത് ഒരുപക്ഷെ CPMന് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും UDF സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുന്നത്. CPM UDFുമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. CPI CPM പാർട്ടികൾക്ക് നിലവിൽ ഓരോ സീറ്റ് വീതം മാത്രമേ ഉള്ളൂവെങ്കിലും പഞ്ചായത്ത് ഭരണം ഇത്തവണ പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. അതേസമയം UDFിനെ അനുകൂലിക്കുന്ന നിലപാടിന് പിന്നിൽ RMPയിൽ ചേരിതിരിവുണ്ടെന്ന് CPIM ആരോപിക്കുന്നു. RMPക്കകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. UDFുമായിട്ട് ഐക്യപ്പെട്ടു പോകുന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ RMPക്കകത്ത് നിൽക്കുന്നുണ്ട്. ആകെ 19 വാർഡിൽ 14 സീറ്റുകളുമായി UDFിന്റെ കൈകളിലാണ് ഏറാമല പഞ്ചായത്ത് ഭരണം.
വി നസീബ്, റിപ്പോർട്ടർ, കോഴിക്കോട്. സാമുദായിക സ്പർദ്ധ വളർത്തുന്ന പ്രചാരണം നടത്തിയെന്ന പരാതിയിന്മേൽ SNDP യൂണിയന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ചങ്ങനാശ്ശേരി യൂണിയൻ മേധാവികൾക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. മൂന്നാറിൽ തങ്ങൾ ചരിത്ര വിജയം നേടുമെന്ന് സ്ത്രീ തൊഴിലാളികളുടെ കൂട്ടായ്മ പൊമ്പിളയൊരുമൈ. കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കില്ലെന്നും പൊമ്പിളയൊരുമൈ പ്രതിനിധി ലിസി സണ്ണി പറഞ്ഞു. ഇടുക്കി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച നേതാവ് നിലപാട് പരിപാടിയിൽ സംസാരിക്കവെയാണ് ലിസി സണ്ണി പൊമ്പിളയൊരുമയുടെ തെരഞ്ഞെടുപ്പ് നയം വ്യക്തമാക്കിയത്. മൂന്നാറിൽ പൊമ്പിളയൊരുമയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ഉറപ്പാണ്. തൊഴിലാളികളുടെ പിന്തുണ തങ്ങൾക്കാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് മാറുമെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പൊമ്പിളയൊരുമൈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന നിലയിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും ലിസി സണ്ണി വ്യക്തമാക്കി. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് നല്ലത് കിട്ടും. അത് അവർ ഈ ശമ്പളം മേടിച്ചതുമാതിരി പഞ്ചായത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പൊമ്പിളയൊരുമയ്ക്ക് വോട്ടിട്ടാൽ എന്ത് കിട്ടുന്നോ, എന്ത് സഹായം കിട്ടിയാലും അവർക്കത് നാളെ അവരെല്ലാവരെയും ഒരു നല്ല മേന്മയാക്കി ഞങ്ങൾ മാറ്റും. മദ്യവും പണവും ഒഴുക്കിയാണ് രാഷ്ട്രീയ പാർട്ടികൾ മൂന്നാറിൽ വോട്ട് തേടുന്നതെന്ന് അവർ ആരോപിച്ചു. തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താൻ രാഷ്ട്രീയ നേതാക്കൾ പ്രചാരണത്തിനിടെ ശ്രമിക്കുന്നുണ്ടെന്നും പൊമ്പിളയൊരുമൈ പ്രതിനിധികളെ ഊരുവിലക്കുന്നുണ്ടെന്നും ലിസി പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ജോലി നിർത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ട്രേഡ് യൂണിയൻ ആണല്ലോ, 3 പേരും സൈൻ ചെയ്ത് മാനേജറിന്റെ അടുത്ത് കൊടുത്താലേ ജോലി നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർ ജോലി നിർത്തില്ല. അതാണ് ഊരുവിലക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിലൂടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം കാണാൻ സാധിക്കുമെന്ന നിലപാടിലൂന്നിയാണ് പൊമ്പിളയൊരുമൈ അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുന്നത്. റിപ്പോർട്ടർ, ഇടുക്കി. ക്ലേ ഖനനത്തിനെതിരായ പോരാട്ട വീര്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിലെ ക്ലേ വിരുദ്ധ സമരസമിതി രംഗത്ത്. 4 ഇടങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മുന്നണികളെ വെല്ലുവിളിക്കുകയാണ് ജനശക്തി എന്ന സമര സംഘടന. ജീവിക്കാനുള്ള അവകാശത്തിനായാണ് തങ്ങളുടെ പോരാട്ടമെന്ന് സമരക്കാർ പറയുന്നു. ക്ലേ ഖനനമുയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ ജീവിതം പ്രതിസന്ധിയിലായതോടെ ഗത്യന്തരമില്ലാതെയാണ് മംഗലപുരം പഞ്ചായത്തിലെ വേലൂരുകാർ സമരരംഗത്തിറങ്ങിയത്. രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി സമരത്തെ പിന്തുണയ്ക്കാതെ കാഴ്ചക്കാരായതോടെ സമരവീര്യം തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനാണ് ജനശക്തി എന്ന സമരസംഘടനയുടെ തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്തിലെ വേലൂർ ഡിവിഷനിലും ഗ്രാമപഞ്ചായത്തിലെ വേലൂർ, കോട്ടറക്കരി, വാലിക്കോണം വാർഡുകളിലുമാണ് ജനശക്തി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഈ ക്ലേ ഖനനം ഇവിടെ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ മുഖ്യ അജണ്ട. അത് കുടിവെള്ളം എത്തിക്കാനും മറ്റുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. അധികാരം കൊട്ടാരത്തിൽ നിന്നും കുടിലേക്ക് എന്ന മുദ്രാവാക്യമാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. കുടിൽ ചിഹ്നവും മത്സരിക്കാനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ജനകീയ പോരാട്ടങ്ങളെ തിരസ്കരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇത്തവണ ജനശക്തി പരാജയപ്പെടുത്തുമെന്നാണ് ഇവരുടെ പക്ഷം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഒരേ വാഹനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും റിബൽ സ്ഥാനാർത്ഥിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം. കൊല്ലം പവിത്രേശ്വരം പഞ്ചായത്തിലാണ് പ്രചാരണത്തിലെ ഈ വ്യത്യസ്ത കാഴ്ച. പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് സ്ഥാനാർത്ഥി ഉഷാകുമാരിയമ്മയ്ക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി VN ഭട്ടതിരിക്കും വേണ്ടിയാണ് ഇത്തരമൊരു പ്രചാരണം. ഒരു നാടിന്റെ സമഗ്ര വികസനത്തിന്റെ ആണിക്കല്ലുകളാണെന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ ഓരോ വോട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് കൈ അടയാളത്തിൽ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പവിത്രേശ്വരം പഞ്ചായത്തിലെ ചെറുപുഴ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉഷാകുമാരി അമ്മയ്ക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി VN ഭട്ടതിരിക്കും വേണ്ടിയുള്ള വാഹന പ്രചാരണമാണിത്. പ്രദേശത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഭട്ടതിരിക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതോടെയാണ് റിബലായി ഭട്ടതിരി രംഗത്തെത്തിയത്. റിബലാണെങ്കിലും സ്ഥലത്തെ കോൺഗ്രസുകാർക്ക് ഭട്ടതിരിയെ തന്നെയാണ് വിശ്വാസം. ഇതോടെയാണ് കോൺഗ്രസ് നിർത്തിയ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മറന്ന് വാർഡിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വിമത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ രംഗത്തെത്തിയത്. ഇവിടെ 16-ാം വാർഡിൽ നിന്നാണ് ബ്ലോക്ക് പുത്തൂർ ഡിവിഷനിലേക്ക് VN ഭട്ടതിരി സാർ നക്ഷത്ര ചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ജയിക്കുന്നുള്ളതാണ്. സീറ്റ് നൽകിയില്ലെങ്കിലും ബ്ലോക്ക് ഡിവിഷനിൽ ഒഴികെയുള്ള മറ്റു വാർഡുകളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്നെയാണ് ഭട്ടതിരിയുടെ പ്രചാരണം. പിന്നെ എല്ലാ വാർഡുകളിലും പോകുമ്പോൾ അതാത് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പേര് പറയാറുണ്ട്. ജനകീയ മുന്നണി എന്ന പേരിലാണ് ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ജനാധിപത്യ മുന്നണി എന്നുള്ള മാറ്റിയിട്ട് ജനകീയ മുന്നണി, ജനങ്ങളുടെ ഒരു മുന്നണി, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് ആ പേരിട്ടിരിക്കുന്നത്. B രവികുമാറാണ് ബ്ലോക്കിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. റിപ്പോർട്ടർ, കൊല്ലം.
കോഴിക്കോട് കോർപ്പറേഷനിൽ ബി.ജെ.പി. കോൺഗ്രസ് ധാരണയെന്ന CPIM നേതാവ് എളമരം കരീമിന്റെ ആരോപണത്തിന് തിരിച്ചടി നൽകി ബി.ജെ.പി. രംഗത്തെത്തി. കോൺഗ്രസ്, ലീഗ്, CPIM നേതാക്കൾ കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ ചർച്ച നടത്തിയെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ബി. രഘുനാഥ് ആരോപിച്ചു. മാത്രമല്ല, ജില്ലയിൽ പലയിടത്തും ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവരുമായി CPIM ധാരണയുണ്ടാക്കിയെന്നും ബി.ജെ.പി. ആരോപിച്ചു. ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ സാന്നിധ്യത്തിലായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ UDF CPIM നേതാക്കൾ ചർച്ച നടത്തിയതെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും ചില നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ടെ ഒരു പ്രമുഖ ഹോട്ടലിൽ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളത് അവർ വ്യക്തമാക്കണം. ദേശാഭിമാനിയിലെ മുതിർന്ന പത്രപ്രവർത്തകനും ആ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. UDFും CPIMും ചർച്ചയുടെ കാര്യം നിഷേധിച്ചാൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ പേരുകൾ പുറത്തുവിടുമെന്നും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. മുക്കം, കൊടുവള്ളി മുനിസിപ്പാലിറ്റി, കുന്നമംഗലം, ചങ്ങരോത്ത്, മെയ്പോത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ പലയിടത്തും വെൽഫെയർ പാർട്ടിയും SDPIയുമായും CPIM ധാരണയുണ്ടാക്കി മത്സരിക്കുന്നതായും ബി.ജെ.പി. ആരോപിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കം കൂടിക്കാഴ്ചയിൽ വിഷയമായി. തർക്കം ഭാവിയിൽ മുന്നണിയെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജില്ലയിലെ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾക്കെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉച്ചയ്ക്ക് 1:30 പാണക്കാട്ടെത്തിയത്. ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി 15 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയും ലീഗ് ജില്ലാ നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ജില്ലയിലെ ലീഗ് കോൺഗ്രസ് തർക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും തർക്കം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രാദേശിക തർക്കങ്ങൾ മലപ്പുറത്ത് മുന്നണിയെ ബാധിക്കില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രതികരിച്ചു. ചില പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുള്ളതിൽ ഒരു ജില്ല മലപ്പുറത്താണ്. അത് ഒരു ചെറിയ വിഭാഗം പഞ്ചായത്തുകളിൽ മാത്രമാണ് ആ പ്രശ്നം. അതൊരു വിധത്തിലും UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയോ തുടർന്നുള്ള പ്രവർത്തനത്തെയോ അത് ബാധിക്കാതിരിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രത്യേകം ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് നീങ്ങുന്നത്. തർക്കങ്ങൾ UDFിൻ്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് ഹൈദരലി തങ്ങളും പറഞ്ഞു. അല്പം എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അതെല്ലാം പരിഹരിക്കാവുന്നതാണ്. എന്നാൽ പാണക്കാട്ടെ ചർച്ചയ്ക്കെത്തിയ മുഖ്യമന്ത്രിക്കൊപ്പം DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ടർ, മലപ്പുറം. ലീഗ് കോൺഗ്രസ് തർക്കമുള്ള പഞ്ചായത്തുകളെ ഒഴിവാക്കി മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജില്ലയിലെ 15 UDF പൊതുയോഗത്തിൽ പങ്കെടുത്ത ഉമ്മൻചാണ്ടി പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും സമയം കണ്ടെത്തി. ലീഗും കോൺഗ്രസും തമ്മിൽ പോരടിക്കുന്ന മലപ്പുറത്തെ 25 പഞ്ചായത്തുകളെ ഒഴിവാക്കിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. 15 പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി എല്ലായിടത്തും ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനവും നൽകി. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഐക്യം, നമ്മുടെ കൂട്ടായ്മ, അല്ലാതെ ഒരു വ്യക്തിയുടെയോ കുറച്ച് പേരുടെയോ കാര്യമൊന്നുമല്ല. നമ്മളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം UDF സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് വോട്ട് തേടിയ മുഖ്യമന്ത്രി ലീഗിനെ പ്രശംസിച്ചാണ് മലപ്പുറത്തെ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചത്. തിരക്കിനിടയിൽ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും മുഖ്യമന്ത്രി സമയം കണ്ടെത്തി. അടുത്ത ദിവസങ്ങളിൽ ജില്ലയിലെത്തുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് VM സുധീരനും മുന്നണി തർക്കമുള്ള പഞ്ചായത്തുകളിൽ UDFന് വോട്ട് ചോദിക്കില്ല. KPCC നിർദ്ദേശത്തെ തുടർന്നാണ് ലീഗ് കോൺഗ്രസ് തർക്കമുള്ള പഞ്ചായത്തുകളിലെ പ്രചാരണത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. റിപ്പോർട്ടർ, മലപ്പുറം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കൊച്ചി കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശക്തമാകുന്നു. LDFിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് പ്രചരണ രംഗത്ത് സജീവമായുള്ളത്. കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFും LDFും ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. ഇരുവിഭാഗത്തിനും വേണ്ടി ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. കൊച്ചിയുടെ സമഗ്ര വികസനം തന്നെയാണ് ഇരുമുന്നണികളുടെ ലക്ഷ്യമെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ ഏറ്റുമുട്ടുകയാണ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് UDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുമ്പോൾ ജനം ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് LDF നേതാക്കളുടെ വാദം. ഇപ്പോ ഇടതുപക്ഷം എടുത്ത സമീപനമാണ് ശരി എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഞങ്ങളുടേതായ വോട്ടർമാർ മാത്രമല്ല ഞങ്ങൾക്ക് പുതുതായി ചിന്തിക്കുന്നവരെയും ആ സമീപനത്തിലേക്ക് എത്തുന്നുണ്ട്. കൊച്ചിയിൽ UDFിന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുക എന്നതിനാണ്
ഞങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. എന്നാൽ വിമതന്മാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ നിർണായക ശക്തിയായി മാറിയേക്കാം. റിപ്പോർട്ടർ, കൊച്ചി. തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറ പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും തലവേദനയായി വിമത സ്ഥാനാർത്ഥികൾ സജീവം. CPIM-ഉം കോൺഗ്രസുമാണ് വിമത സ്ഥാനാർത്ഥികളെ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് വിമതർ മത്സരരംഗത്തുള്ളത്. CPIM വിട്ടവരുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്ന സംഘടന രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കുന്നത്. കോൺഗ്രസ് ഭരണസമിതിയുണ്ടായിരുന്ന പുത്തൻചിറയിൽ ഇക്കുറി അംഗം നിയന്ത്രിക്കുന്നത് വിമതന്മാരാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP പരമേശ്വരൻ നമ്പൂതിരി ഉൾപ്പെടെ 3 വിമതരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. DCC ഇവരെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും ഇവർക്കുള്ള ജനകീയ പിന്തുണ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമാരും വീണ്ടും മത്സരിക്കാൻ വരുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് ആളുകൾ ചേക്കേറി വരുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയും? അങ്ങനെ പാർലമെന്ററി വ്യാമോഹത്തിന്റെ പുറത്താണെങ്കിൽ ഇവിടെ ഇന്ന് മത്സരിക്കുന്ന ഒരാൾക്കും മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. പാർട്ടിയുടെ സമ്മേളനങ്ങളാണ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വേദികൾ. ആ സമ്മേളനങ്ങൾ ഗ്രൂപ്പിസത്തിന്റെ വേദികളായി മാറിക്കൊണ്ടിരിക്കുന്നു. നേതൃത്വത്തിനെതിരെ പരസ്യവിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട CPIM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK സുരേഷ് ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുജിത്ലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്ന പേരിൽ സമാന്തര സംഘടനയുണ്ടാക്കിയാണ് ഇപ്പോൾ പ്രവർത്തനം. ഇവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തതിനെ തുടർന്ന് പുത്തഞ്ചിറ മേഖലയിലെ 100ഓളം പ്രവർത്തകർ CPIM വിട്ടിരുന്നു. സംഘടന 8 വാർഡുകളിൽ ജനവിധി തേടുന്നുണ്ട്. ഇരുമുന്നണികളിലെയും സംഘടനാ പ്രശ്നങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളാക്കി മാറ്റാനാണ് BJPയുടെ ശ്രമം. ശക്തമായ പ്രവർത്തനമാണ് പഞ്ചായത്തിൽ ഇക്കുറി BJP നടത്തുന്നത്. വിമത സാന്നിധ്യം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം UDF-ഉം പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ പുത്തഞ്ചിറയിലെ മത്സരം കടുക്കുമെന്ന ഉറപ്പാണ്. റിപ്പോർട്ടർ, തൃശൂർ. കൊക്കക്കോളയെ മുട്ടുകുത്തിച്ച പ്ലാച്ചിമട സമരസമിതിയും ജനതാദൾ എസും നേർക്കുനേർ പോരാട്ടത്തിൽ. പ്ലാച്ചിമട സമരസമിതി നേതാവ് വിളയോടി വേണുഗോപാലിനെ നേരിടാൻ പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെയാണ് ജനതാദൾ രംഗത്തിറക്കിയിട്ടുള്ളത്. പെരുമാട്ടി പഞ്ചായത്തിലെ 8ാം വാർഡായ പ്ലാച്ചിമടയിലാണ് 2 സ്ഥാനാർത്ഥികൾ മാത്രമുള്ള പോരാട്ടം നടക്കുന്നത്. പ്ലാച്ചിമട സമരസമിതി നേതാവായ വിളയോടി വേണുഗോപാലും പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷും തമ്മിലാണ് മത്സരം. ആദ്യമായി തെരഞ്ഞെടുപ്പ് മത്സരത്തിനിറങ്ങുന്ന വിളയോടി വേണുഗോപാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ജനതാദൾ എസിന്റെ രാഷ്ട്രീയ ഗുണ്ടായിസത്തിനെതിരെയും ഫാസിസ്റ്റ് നടപടിക്കെതിരെയുമാണ് തന്റെ പോരാട്ടമെന്ന് വിളയോടി വ്യക്തമാക്കുന്നു. ഇവിടെ മനുഷ്യനുള്ള സ്വാതന്ത്ര്യ നിഷേധമാണ്. രാഷ്ട്രീയ ഫാസിസം ഇവിടെ നിലനിൽക്കുന്ന വെച്ചാൽ ഏത് കക്ഷിയായാലും ഏത് മുന്നണിയായാലും അത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. അങ്ങനെ മനുഷ്യാവകാശ ലംഘനവും പൗരാവകാശ ലംഘനത്തിന് കണ്ടുകൊണ്ടാണ് ഒരു പൗരാവകാശ പ്രവർത്തകനായ ഞാൻ ഈ പെരുമാട്ടി പഞ്ചായത്തിൽ 8ാം വാർഡിൽ മത്സരിക്കുവാനുള്ള. ജനതാദൾ എസിന് വലിയ സ്വാധീനമുള്ള ഈ വാർഡിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥിയെ നിർത്താതെ വിളയോടി വേണുഗോപാലിന് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നാണ് പ്ലാച്ചിമട സമരസമിതിയുടെ പ്രതീക്ഷ. എന്നാൽ കൊക്കക്കോളയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത തങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ലെന്ന് ജനതാദൾ എസ് സ്ഥാനാർത്ഥിയും പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ സുരേഷ് പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ കൊക്കക്കോള കമ്പനി തന്നെ നിർത്തിയത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ശക്തമായ ഇടപെടലും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏറ്റെടുത്തുകൊണ്ടാണ് അത് ഈ കൊക്കക്കോള സമരം നടത്തിയത്. ജലചൂഷണം നടത്തിയ കൊക്കക്കോളയെ ആട്ടിയിറക്കിയ മണ്ണായ പ്ലാച്ചിമടയിൽ പോരാട്ടം കനത്തതോടെ മത്സരം പ്രവചനാതീതമായി. റിപ്പോർട്ടർ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ UDF ക്യാമ്പിൽ ആവേശം വിതറി AK ആന്റണിയുടെ റോഡ് ഷോ. തിരുവനന്തപുരം നഗരസഭയിലെ തീരദേശ വാർഡുകളിലൂടെയായിരുന്നു റോഡ് ഷോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ AK ആന്റണിയെ കളത്തിലിറക്കിയാണ് UDF പ്രചരണം ശക്തമാക്കിയത്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയെ ഇളക്കിമറിച്ചായിരുന്നു ആന്റണിയുടെ റോഡ് ഷോ. നാട്ടുവർത്തമാനം പറഞ്ഞും സൗഹൃദം പങ്കുവച്ചും രാഷ്ട്രീയത്തിന്റെ അകമ്പടിയോടെയായിരുന്നു പര്യടനം. സംസ്ഥാന സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചായിരുന്നു ആന്റണിയുടെ പ്രചരണം. തിരുവനന്തപുരം നഗരത്തിൽ നല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നഗരത്തെ വീണ്ടും പഴയകാല പ്രതാപത്തിലേക്ക് എത്തിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കോർപ്പറേഷൻ UDF-നുണ്ടാകണം. ഇന്ന് കേരളം ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത 5 വർഷം കൂടി ഭരിക്കാൻ അവസരം നൽകിയാൽ ഈ കേരളം ഒട്ടാകെ മാറ്റിയെടുക്കാൻ സാധിക്കും. പൂന്തുറയിൽ നിന്ന് തുടങ്ങി ഭീമാപള്ളി, വലിയതുറ, ശംഖുമുഖം, വെട്ടുകാട് മുതൽ വേളി വരെ തീരദേശ പാതകളിൽ ഇരുവശവും അണിനിരുന്നവരെ അഭിവാദ്യം ചെയ്തായിരുന്നു ആന്റണിയുടെ റോഡ് ഷോ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
കോൺഗ്രസിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് വയനാട്ടിലെ മുള്ളൻകൊല്ലി. കോൺഗ്രസ് വിമതനായി പത്രിക നൽകിയ ജോസ് കണ്ടന്തുരുത്തിയാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. നിലവിൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റായ ജോസിനെ പിന്തുണയ്ക്കാൻ LDF സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നു. UDF-ൽ നിന്ന് 4 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതോടെയാണ് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് സീറ്റ് നിർണയം വിവാദമായത്. DCC പ്രസിഡന്റിന്റെ ബന്ധുവായ വർഗീസ് മൂര്യങ്കാവിലിനെയാണ് ഒടുവിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അംഗീകരിച്ചത്. എന്നാൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റായ ജോസ് കണ്ടന്തുരുത്തി പത്രിക പിൻവലിക്കാൻ വിസമ്മതിച്ചു. LDF സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ജോസ് കണ്ടന്തുരുത്തിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDF കോട്ടയായി കരുതപ്പെടുന്ന മുള്ളൻകൊല്ലിയിൽ പോരാട്ടം കനത്തു. സീറ്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കുമെന്ന് ജോസ് പറയുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം തീരെ സുതാര്യമല്ലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും ഒരു പേയ്മെൻറ്റ് സീറ്റും അതുപോലെ തന്നെ ഇഷ്ടക്കാർക്ക് സീറ്റ് കൊടുക്കുന്ന DCC പ്രസിഡന്റ് നടപടിയൊക്കെ UDF പ്രവർത്തകരിലേറെ നിരാശ ഉളവാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അതേസമയം UDF-ന്റെ ഉറച്ച കോട്ടയായ മുള്ളൻകൊല്ലിയിൽ തനിക്ക് ഒരു ഭീഷണിയുമില്ലെന്ന് സ്ഥാനാർത്ഥി വർഗീസ് മൂര്യൻകാവിൽ പറഞ്ഞു. അതിനെയൊക്കെ ശക്തമായി ജനങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിൽ എടുക്കുകയും അവഞ്ഞോട് തള്ളിക്കളയേണ്ടത് അവഞ്ഞോട് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ശക്തമായിട്ട് തന്നെ ഒരു ടീമായിട്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ജില്ലയിൽ വിമതരായി മത്സരിച്ച എല്ലാവർക്കെതിരെയും നടപടിയെടുത്ത DCC നേതൃത്വം ഇതുവരെ ജോസ് കണ്ടന്തുരുത്തിക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കാത്തതും ശ്രദ്ധേയമാണ്. റിപ്പോർട്ടർ, വയനാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പിണറായി വിജയൻ വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ജനങ്ങളുമായി സംവദിച്ച മുഖ്യമന്ത്രിയുടെ മറുപടി. പിണറായി വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ശുചീകരണ തൊഴിലാളികൾ മുതൽ വിദ്യാർത്ഥികൾ വരെയുള്ളവരുമായി സംസാരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ജനകീയ സംവാദം. പിണറായിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മറുപടി നൽകാനായി കോൺഗ്രസ് ഒരുക്കിയ ജനകീയ സംവാദം അക്ഷരാർത്ഥത്തിൽ ജനസമ്പർക്കമായി തന്നെ മാറി. പരാതികളുമായി നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ശുചീകരണ തൊഴിലാളികളും എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പായതിനാൽ പ്രഖ്യാപനം നടത്താനാകാതെ മുഖ്യമന്ത്രിയുടെ പെടാപ്പാട്. വേണ്ടത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള യാതൊരു സൗകര്യവും കോഴിക്കോട് സിറ്റിന്റെ അകത്തില്ല. അപ്പൊ അതിനൊരു സംവിധാനം കൂടി സാറിന്റെ അനുഭവത്തോട് വരണം. പിന്നെ എല്ലാവരെയും സമാശ്വസിപ്പിച്ചു. എല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പും നൽകി. കോഴിക്കോടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇതിനിടെ ജോലി ചോദിച്ചെത്തിയ വികലാംഗ പെൺകുട്ടിക്ക് ജോലി നൽകാൻ കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്കിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. അപ്പൊ ഇതാ ഈ കുട്ടിക്ക് നമ്മുടെ വിജയകൃഷ്ണ അദ്ദേഹത്തിന്റെ ബാങ്ക് ജോലി കൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് പുറമെ MGS നാരായണൻ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളും ഉന്നയിച്ച പ്രശ്നങ്ങളും പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. റിപ്പോർട്ടർ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ വീണ്ടും. Flexi Life Easy Electronics and Home Appliances. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ VS-ന് പ്രാമാണികതയുണ്ടാകുമെന്ന് MA ബേബി. VS-ൻ്റെതായ പ്രാധാന്യവും പ്രാമാണികതയും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗുമായി നീക്കുപോക്ക് ഉണ്ടാക്കില്ല. വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്ന പാർട്ടിയുമായി സഹകരിക്കില്ല. ഒഞ്ചിയത്തിന് പിന്നാലെ ഏറാമലയിലും RMPക്ക് UDF പിന്തുണ. 4 ബോർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ശ്രമം CPIM-നെ സഹായിക്കാനെന്ന് RMP. മലപ്പുറം UDF-ലെ തർക്കങ്ങൾക്കിടയിൽ ഉമ്മൻചാണ്ടി പാണക്കാട് ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. തർക്കം മുന്നണിയെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്ന് മുഖ്യമന്ത്രി. തർക്കമുള്ള പഞ്ചായത്ത് ഒഴിവാക്കി ഉമ്മൻചാണ്ടിയുടെ പര്യടനം. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ BJP കളത്തിന് പുറത്താകുമെന്ന് AK ആന്റണി. തിരുവനന്തപുരത്ത് ആന്റണിയുടെ റോഡ് ഷോ. സ്പർദ്ധ വളർത്തിയെന്ന പരാതിയിൽ SNDP യൂണിയന് കമ്മീഷന്റെ നോട്ടീസ്. മൂന്നാറിൽ ചരിത്ര വിജയം നേടുമെന്ന് പൊമ്പിളയൂരുമായി. കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന വാർത്ത തെറ്റ്. തിരുവനന്തപുരം മംഗലപുരത്ത് കരുത്ത് തെളിയിക്കാൻ ക്ലേ വിരുദ്ധ സമരസമിതിയിൽ. ലോക്കൽ പോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.